ആളുകൾ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട, വളരെ ചിന്തിക്കണം. ഏറ്റവും അഫ്ളലായ ശൈലി മാകാന അലൈഹി സലഫു, സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല. അതിന് മനുഷ്യനോട് കഴിയൂല. സ്വന്തം വാപ്പ മറിച്ചാലും അവൻ വർത്താനം പറഞ്ഞു, സ്വന്തം വാപ്പ മറിച്ചാലും അവൻ വർത്താനം പറഞ്ഞേ പോവുള്ളൂ. അങ്ങനെ പാടില്ല. വാപ്പയുടെ മയ്യത്തിനോടൊപ്പം മാത്രമല്ല, ഒരാടെ മയ്യത്തിനോടൊപ്പം വർത്താനം പറഞ്ഞു പോകരുത്, ശബ്ദമുയർത്തിക്കൊണ്ട് പോകരുത്. മാത്രമല്ല അവിടെ മൗനം അവലംബിച്ചുകൊണ്ട് പോകലാണ് ഏറ്റവും അഫ്ളല്. മിണ്ടാതെ പോകലാണ് ഏറ്റവും അഫ്ളല്. അതാണ് സഹാബത്തിന്റെ മാർഗം, അതാണ് താബിഈകളുടെ മാർഗം, അതാണ് പൂർവ്വസൂരികളുടെ മാർഗം, അതാണ് പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ചവരുടെ മാർഗം. പക്ഷെ ഇന്ന് ആ മാർഗം കേരളത്തിൽ കാണുന്നില്ല. ആ മാർഗം ഇന്ന് കേരളത്തിൽ കാണാതെ പോയപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, അല്ല ജനങ്ങളെ, ഇങ്ങനെയാണ് നമ്മുടെ നേതാവ് ചെയ്തത്, ആ പ്രവാചകൻ അംഗീകരിച്ച പ്രവാചകന്റെ സഹാബത്ത് ചെയ്തത്. ഖൈറുൽ ഖുർആനി ഖർനി സുമ്മല്ലദീന ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമ തലമുറ എന്റെ തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണെന്ന് പ്രവാചകൻ പറഞ്ഞ ഏറ്റവും ഉത്തമരായ തലമുറകൾ ചെയ്തത് ഇപ്രകാരമാണ് ജനങ്ങളെ. അതുകൊണ്ട് നിങ്ങളും ആ മാർഗം സ്വീകരിക്കണം, സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കണം, പ്രവാചകന്റെ മാർഗം സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മുജാഹിദുകൾ വന്നപ്പോൾ മുജാഹിദുകൾ പുത്തൻവാദികളായി, മുജാഹിദുകൾ വിദേഹത്ത് പറയുന്നവരായി. എന്നിട്ട് മുഴുവൻ വിജയി കക്ഷികളും കൂടി മുജാഹിദുകളെ പുത്തൻവാദികളായി ചിത്രീകരിച്ചു എന്നതാണ് സത്യം. എന്ന് മാത്രമല്ല, ഈ സലഫിന്റെ മാർഗം, സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കണമെന്ന് മുജാഹിദുകൾ പറഞ്ഞപ്പോൾ ആക്ഷേപിക്കുന്നു, പരിഹസിക്കുന്നു. കേട്ടോളൂ അത്തരത്തിലൊന്നും. ദിക്റുല്ല, ഖുർആനുള്ള ഓത്തുല്ല. ഞാൻ സാധാരണ പറയുന്നുണ്ട്, ഒരു വീട്ടിൽ അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു വഹാബി മരിക്കുന്നതും അയാളെ വീട്ടിൽ 25 ലിറ്റർ കറവ് തരുന്ന ഒരു പശു ചാകുന്നതും തമ്മിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അബൂബക്കർ ഹാജി ഇങ്ങനെ മരിച്ചാൽ എന്താ ഉണ്ടാവുക? അയാളെ മയ്യത്ത് ഇങ്ങനെ മൂടിയിട്ടുണ്ടാവും ഒരു പടിമേൽ. ഒരയാളെ പശു ചത്താലോ അത് പുറത്തിങ്ങനെ ചാക്കുകൊണ്ട് മൂടിയിട്ടുണ്ടാവും. ഒരു വ്യത്യാസമുണ്ട്, ഇയാളെ മയ്യത്തിന്റെ അടുത്തൊരു മകൻ ഇരിക്കുന്നുണ്ടാവും. ആരെങ്കിലൊക്കെ വന്നാൽ ഈ കേടുവന്ന ഫിയറ്റ് കാറിന്റെ ടിക്ക് പൊന്തിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊന്തിച്ചു കൊടുക്കും. ഈ പെരുന്നാൾ മയ്യത്തിന് മുഖത്തൊക്കെ നോക്കി LP സ്കൂളിലെ കുട്ടികൾ മൃഗശാലയിൽ പോയിട്ട് കണ്ടാമൃഗത്തിനെ കണ്ട് നോക്കുന്നവരെ നോക്കുകയും ചെയ്യും. ആണ് താത്തും ഇയാൾ തിരിച്ചും പോകും. മയ്യത്തിനും കാര്യമല്ല, കണ്ടാക്കും കാര്യമല്ല. ദിക്റില്ല, ഖുർആനത്തില്ല, ഒന്നുമില്ല. ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ പുറത്തു വന്നിട്ട് ആളുകൾ പറയും, വല്ലാത്ത മനുഷ്യട്ടോ, വയസ്സായിട്ടുണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടായിരുന്നു, പരോപകാരിയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, എന്ത് ചെയ്യാനാ, പെട്ടെന്ന് മരിച്ചുപോയി, പടച്ചോന്റെ ഇത് പുറത്തു വന്നിട്ട് ഇങ്ങനെ പറയും അല്ലേ. ഇത് നോക്കിയപ്പോ പശു ചത്താണ്ട അവസ്ഥ. 25 ലിറ്റർ കറവ് തന്നിരുന്ന പശുവാണെങ്കിൽ അത് പെട്ടെന്ന് ചത്താലും അയൽവക്കക്കാരൊക്കെ വരും. സീത ചേച്ചി വരും, ഗോപാലൻ വരും, അബൂക്കർ വരും. വന്നിട്ട് ഓഹോ കടക്കുന്നത് കണ്ടില്ലേ, നല്ല സൈസായിരുന്നു കേട്ടോ അല്ലേ, 10-20 വർഷമായില്ലേ തീറ്റിപ്പോയിട്ടെന്ന്. 25 ലിറ്റർ പാല് തന്ന പശുവാ, നല്ല ഇണക്കമാണ്, പതിയെ പിടിച്ച് കറക്കാം. ഇതിന്റെ ഒക്കെ പാല് മോരാക്കി എത്രയാ ഞാനൊക്കെ കഴിച്ചത്. ഇന്നലെ കൂടെ വൈകുന്നേരം ഇതിലൂടെ അത് ഓടി നടന്നതല്ലേ, എന്ത് ചെയ്യാനാ, റബ്ബർ പാല് കുടിച്ചുപോയി, പടച്ചോന്റെ വിധി അല്ലേ. ഈ മരിച്ച ആജിയാരും ഈ ചത്ത പശു തമ്മിൽ എന്ത് മാറ്റാല്ലേ, ആലോചിച്ചു. ഇനി മയ്യത്ത് എടുക്കുമ്പോ എന്താ ഉണ്ടാവുക? ഈ പശു ആണെങ്കിൽ പതിയെ ചാക്കു എന്നാ എടുക്കുക, പതുക്കെ കൊണ്ടുപോകും, ഒന്നും പറയൂല, കൊണ്ടുപോയിട്ട് കുഴിച്ചു. സുന്നികളാണെങ്കിലോ എടുക്കല്ലേ, ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഖബറിലേക്ക് ഇങ്ങനെ പോകുന്ന, ഇന്ന് പോകുന്നത് നീയാണ്, നാളെ വരേണ്ടവൻ ഞാനാണ്, ഞാനും മരിക്കേണ്ടവനാണ്, ഇന്നലെ നീ പുഞ്ചിരിച്ച് പൊട്ടിച്ചിരിച്ച് നടന്നവനാണ്, ഇന്ന് വൈകിട്ട് കട്ടിലകപ്പെട്ടില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തോ ഒരു അന്തരീക്ഷത്തിലെ പോക്ക്. പകരം സുന്നിയല്ലാത്ത മുജാഹിദാണോ ഇവന്റെ മയ്യത്ത് എങ്ങനെയാ കൊണ്ടുപോകുന്നത്? മുറിച്ചിട്ടിരിക്കുന്ന തേക്കിന്റെ കുറ്റി മില്ലിലേക്ക് എടുക്കുന്ന ലാഘവത്തോടെ,
മരം മുറിച്ചിട്ട മില്ലിലേക്ക് എടുക്കലെങ്ങനെ അവിടെ പിന്നെയും ദിക്റ് ചൊല്ലും. കലാസികൾ വന്നിട്ട് അങ്ങനെയൊക്കെയാണ്. ഇതൊന്നും ഇല്ല. അതേസമയത്ത് നിലമ്പൂര് ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഫോറസ്റ്റ് അധികൃതർ കാണാതെ നല്ല തേക്കിന്റെ തടികൾ അത് പുഴയിലേക്ക് ഇറക്കുന്ന പോലെ മിണ്ടാതെ പതുക്കെ കൊണ്ടുപോലെ ഇടുക്ക ശവം പതുക്കെ എടുക്കുന്നു, പതുക്കെ കട്ടുകൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നു. ഉമ്മമാര് ചിന്തിച്ചോ എത്ര സങ്കടകരമായ അവസ്ഥയാണ്. മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോഴെങ്കിലും ഒരു പ്രാർത്ഥന കിട്ടാൻ. മരിച്ച് കബറും പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് ഒരു ചത്ത കോഴിക്കുഞ്ഞിനെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിട്ടിങ്ങി പോരുകയല്ലേ. സുന്നികളാണെങ്കിലോ കൊണ്ടുപോയിട്ടെങ്ങ് മറമാടിയിട്ട് പോരാൻ തോരുന്നില്ല. പിന്നെയും തസ്ബീഹ് ചൊല്ലി, പിന്നെയും മണ്ണ് വാരിയിട്ട്, പിന്നെയും നിശാങ്കല്ല് കുത്തി, പിന്നെയും വെള്ളം ഒഴിച്ചു, പിന്നെയും ചെടി കുത്തി വെച്ചു. വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നു. യാ അബ്ദുല്ലാഹ് ഇവനമറ്റില്ല. തുടങ്ങി രാജാക്കൽ മലക്കാൽ അങ്ങനെ തുടങ്ങിയിട്ട് വല്ലാതെ തലക്കീൻ ഓതിക്കൊടുത്തോ. അത് കഴിഞ്ഞിട്ടും പോരാതൊന്നുമില്ല. വീണ്ടും പ്രാർത്ഥന തന്നെ. പോരാൻ തോന്നുന്നില്ല, പ്രാർത്ഥന തന്നെ. പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെയും പ്രാർത്ഥന തന്നെ. 3 കഴിഞ്ഞാലും പ്രാർത്ഥന തന്നെ, 7 പ്രാർത്ഥന തന്നെ, 40 പ്രാർത്ഥന തന്നെ, ആണ്ടോടാണ്ട് പ്രാർത്ഥന തന്നെ. ഇതൊക്കെ ആ മയ്യത്തിനോട് സ്നേഹമുണ്ടെന്ന് വിചാരിച്ചിട്ടാ? മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടാ? ഒരിക്കലുമല്ല. നേരെ മറിച്ച് അതെല്ലാം കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട്, അതെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു വരുമാനമുണ്ട്, ആ വരുമാനം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല. ആ ഒരു നിലപാട് കൊണ്ടാണ് ഇത് ചെയ്യണത്. അല്ലാതെ റസൂൽ ചെയ്തുകൊണ്ടാ, സഹാബത്ത് ചെയ്തത് കൊണ്ടാ, താബിഈങ്ങൾ ചെയ്തത് കൊണ്ടാ, തബഉ താബിഈങ്ങൾ ചെയ്തത് കൊണ്ടാ? ഒരിക്കലും അല്ല. നേരെ മറിച്ച് സഹാബത്ത് ചെയ്തത്, താബിഈകൾ ചെയ്തത്, തബഉ താബിഈകൾ ചെയ്തത് വളരെ വ്യക്തമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ അടുക്കൽ പോയാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പൊറുക്കലിനെ ചോദിക്കുകയാണ്. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് കിടക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് അബൂ സലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അല്ലാഹുവേ അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ, അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ. ഏതൊരു മനുഷ്യന്റെ മയ്യത്തിന്റെ സമീപത്ത് ചെന്നാലും ആ മയ്യത്ത് കാണുന്ന മനുഷ്യൻ അവന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയാണ്. അവൻ വിശ്വാസിയാണെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ പുറത്തു കൊടുക്കണം, മാപ്പാക്കണം. മാത്രമല്ല ആ മനുഷ്യന്റെ ഖബർ പ്രകാശപൂരിതമാക്കണം, ആ ഖബർ വിശാലമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഒരു അൽഫാത്തി വിളിച്ചിട്ടല്ല. അൽഫാത്തി വിളിക്കുന്നത് ഞാനിവിടെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നുണ്ട്, കൂടിക്കോ എന്നുള്ള അറിയിപ്പാണ്, സിമ്പലാണ്. ഞാൻ പ്രത്യേകമായി ദുആ ചെയ്തിട്ടുണ്ട്, അതിന് അർഹമായ കിമ്പളം എനിക്ക് തരണമെന്ന് ഒരു സിമ്പൽ നൽകിക്കൊണ്ടുള്ള പ്രാർത്ഥനയല്ല. നേരെ മറിച്ച് മയ്യത്ത് കണ്ടവർ തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, മയ്യത്തിന്റെ സമീപത്തെത്തിയവർ പ്രാർത്ഥിക്കുകയാണ്, മയ്യത്തിനെ കുളിപ്പിക്കുകയാണ്, കഫം തുണി അണിയിക്കുകയാണ്, അതേ കൊണ്ടുപോവുകയാണ്, കബറടക്കുകയാണ്, അവിടെ വെച്ചുകൊണ്ടും പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, മയ്യത്തിനോട് കരുണ കാണിക്കണേ. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുവേ ഈ മയ്യത്തിന് ചോദ്യാവസ്ഥയിൽ നീ സ്ഥൈര്യം നൽകി ഉറപ്പിച്ചു നിർത്തണേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ നിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ആ മുഖറബുകളായ മലായികത്തുകൾ വരുമ്പോൾ അവർ ഈ മയ്യത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരങ്ങൾ നീ തോന്നിപ്പിച്ചു കൊടുക്കണം, ഓർമ്മിപ്പിച്ചു കൊടുക്കണം. റബ്ബേ അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, അല്ലാഹുവേ ഈ മയ്യത്തിന് എല്ലാ ഭയാശങ്ക ഘട്ടങ്ങളിൽ നിന്നും നിർഭയത്വം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ, ഈ മനുഷ്യന്റെ ഖബർ ഇരു പാർശ്വങ്ങളിൽ നിന്നും വിശാലമാക്കി കൊടുക്കണേ എന്ന് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങിപ്പോരുന്നവരാണ് മുജാഹിദുകൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രവാചകൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പ്രവാചകൻ പറയാത്തത് പ്രവാചകന്റെ ദീനിന്റെ പേരിൽ, പ്രവാചകൻ പഠിപ്പിച്ച ദീനിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് അതിനെ ചൂഷണോപാധിയാക്കി മാറ്റുക എന്ന സമ്പ്രദായം ഒരിക്കലും മുജാഹിദുകൾ സ്വീകരിച്ചിട്ടില്ല എന്നതിന്റെ വളരെ വ്യക്തമായ ഉദാഹരണമാണ് ഇവിടെ കണ്ടത്. 2 പണ്ഡിതന്മാർ പറയുന്നു, അതേ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ
മിണ്ടാതെ പോകലാണ് വേണ്ടത്. ഒരാൾ പറയുന്നു വജ്ജഹ്തു ഓതുന്ന ശബ്ദം, ആ ശബ്ദം വേണമെങ്കിൽ സ്വീകരിക്കാം. മറ്റൊരാൾ പറയുന്നത് മിണ്ടാതെ പോകലാണ് അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠം. വേറെ മുസ്ലിയാർ പറയുന്നത് അല്ല, മുജാഹിദുകള് മിണ്ടാതെ അതേ ഫോറസ്റ്റിൽ നിന്ന് തടികെട്ട് കൊണ്ടുപോകുന്നത് ലാഘവത്തിൽ അനങ്ങാതെ പുഴയിൽ ഒഴുക്കുന്നത് പോലെ ആ മയ്യത്തുമായി പോകുന്നുവെന്നാണ്. വളരെ വ്യക്തമായി മനസ്സിലാക്കണം നമ്മൾ. ഇവിടെ വിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ പ്രമാണം ആരോടൊപ്പമാണ്? ആ തെളിവ് ആരോടൊപ്പമാണ്? ആ തെളിവ് സ്വീകരിച്ചവരാരാ? സഹാബത്തിന്റെ ആ മാർഗം സ്വീകരിച്ചവരാരാ? താബികളുടെ മാർഗം സ്വീകരിച്ചവരാരാ? എന്തേ രണ്ട് ദിക്ർ ഞങ്ങൾക്ക് കിട്ടിയാ കുറഞ്ഞു? ഞങ്ങളുടെ പിതാക്കൻ മരിച്ചാൽ, ഞങ്ങളുടെ മാതാക്കൾ മരിച്ചാൽ രണ്ട് ദിക്ർ അവർക്ക് കിട്ടിയാൽ കുറഞ്ഞു പോവോ? ഞങ്ങളുടെ സഹോദരങ്ങൾ മരിച്ചാൽ രണ്ട് ദിക്ർ അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചാൽ എന്തെങ്കിലും കുറവുണ്ടാകുമോ? ഇല്ലല്ലോ. പിന്നെന്താ അങ്ങനെ വിചാരിക്കാത്തത്? പിന്നെന്തേ അത് നടപ്പാക്കാത്തത്? അതേ റസൂലുള്ള ആ രംഗത്ത് ആ ഒരു മാർഗം നമുക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ, നമുക്ക് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, അത് വാപ്പയുടെ മയ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും, സ്വന്തം മയ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ഉമ്മയുടെ മയ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും സ്വന്തം തീരുമാനം നമുക്ക് പാടുള്ളതല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാഹുവിനെ ആരാധനക്കർഹനായി പ്രഖ്യാപിച്ചുകൊണ്ട് സാക്ഷ്യം വഹിച്ചതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണെന്നതിനും സാക്ഷ്യം വഹിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ നിലപാടുകൾ ആ പ്രവാചകന്റെ നിലപാടുകൾക്ക് അനുസൃതമായിരിക്കണമെന്ന കാര്യത്തിൽ ഷഡ്ഡിച്ചു നിന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ആ മാർഗത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഏർപ്പെട്ടു. അത് ആരോടുമുള്ള ദേഷ്യം കൊണ്ടല്ല, ആരോടുമുള്ള വെറുപ്പ് കൊണ്ടല്ല, നേരെ മറിച്ച് നബിയുടെ ചര്യ അതാണ്, അത് സ്വീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയും അത് പഠിപ്പിച്ചുകൊണ്ടും അത് പ്രവർത്തിക്കാൻ വേണ്ടിയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായി ഈ രൂപത്തിൽ സ്വലാത്തും അതുപോലെ തന്നെ ദിക്റും അതുപോലെ ഖുർആൻ പാരായണവും ഒക്കെയായി കടന്നു വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 3, 7 ആണ്ട് അങ്ങനെ പലവിധ ആചാരങ്ങളും മയ്യത്ത് സംസ്കരണത്തോടനുബന്ധിച്ച് ഉണ്ടാക്കിയവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? കേവലം ഭൗതികമായ സാമ്പത്തിക ലാഭം മാത്രമായിരുന്നു. അല്ലേ? നമുക്കറിയാം, ചെറുപ്പകാലഘട്ടങ്ങളിൽ ദറസിൽ പഠിക്കാൻ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വ്യക്തമായ അനുഭവം ഉണ്ടാകും. ഞാനൊക്കെ ഓതുമ്പോ ചെറുപ്പകാലത്ത്